ഒരിക്കലും അച്ഛൻ വരാൻ ഇത്രയും വൈകിട്ടില്ല. പട്ടണത്തിൽ പുതിയ ഷാപ്പും എല്ലാം തുടങ്ങിയോ ശ്രീദേവി? പല വാറ്റുകാരും പറയും ആദ്യ ദിവസം അങ്ങേര് കയറി കുടിക്കുന്നത് ഒരു ഐശ്വര്യമാണെന്ന്. അവർ വന്ന് കൊത്തിക്കൊണ്ട് പോവും. അന്ന് അച്ഛന് ഫ്രീ ആണടി മോളെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണാൻ നല്ല ശേലായിരിക്കും. ഈ അമ്മ അച്ഛൻ ഇങ്ങനെ ആക്കിയത്. ജയ എഴുന്നേറ്റ് വാ. ഇവിടെ ഇരുന്ന് അമ്മ നമ്മളോടും പറയും പോയി കള്ളു കുടിച്ചിട്ട് വരാൻ. വാ. ആ ഈ പിള്ളേർക്ക് അച്ഛനോട് ഒരു സ്നേഹവും ഇല്ല. സോറി, സമയം കഴിഞ്ഞു. എന്നൊക്കെ നമ്മൾ ഇറങ്ങാൻ കാത്തു നിൽക്കാണ്ട് ഇവര് ബാർ ക്ലോസ് ചെയ്യാൻ. I want one more peck. അത് ഉൾക്കൊള്ളാൻ ശരീരത്തിൽ ഇനി കുഴൽ വല്ലതും ബാക്കിയുണ്ടോ? I want one more peck, Thomas. Okay, okay, okay. One more peck, please. Ada, last peck. Thank you. എന്നെ പറ്റിക്കരുത്. അല്ല, ഞാൻ സോഡ ഒഴിച്ച് വിസ്കി കഴിക്കാറുള്ളൂ. അയ്യോ, ഞാൻ മറന്നുപോയി. അവിടെ എന്നെ കൈ പിടിക്കുന്നില്ല. എന്നെ വീട് എനിക്ക് പിടിച്ചാല പ്രശ്നം. ഞാൻ പിടിച്ചിട്ടില്ല, തോന്നലാണത്. കണ്ടോലേ പിടിച്ചാ വീഴും. പിടിച്ചാ ഞാൻ അപ്പ വീഴും. വിടറാ കയ്യേ. ഞാൻ ഓടിക്കാം. വിഷ്ണു, ഈ അവസ്ഥയെ കാർ ഓടിക്കണോ? ഞാൻ ഓടിക്കാം. വേണ്ട. ന്യൂയോർക്കിലും വാഷിംഗ്ടണിലേക്ക് ഇതിലേക്കാ മോശമായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓവർ സ്പീഡില്. ഇത് ന്യൂയോർക്കും വാഷിംഗ്ടണും ഒന്നും അല്ല, പൂർ കേരളമാണ്. ഞാൻ ഓടിക്കാം. ഞാൻ ഓടിക്കാം. ഞാൻ ഓടിക്കാം. ഞാൻ ഓടിക്കാം വിഷ്ണു, പ്ലീസ്. നാട് ഓടിക്കും. തലേ ഒന്നിടിച്ചു. ദൈവമേ. ജീവിതത്തിൽ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവൂല്ലേ? അത് ശരിയാ. നാഷണൽ ഹൈവേ കൂടി ഞാൻ ബസ് ഓടിച്ചപ്പോ എനിക്കത് മനസ്സിലായി. എന്താ? ഒന്നുമില്ല. ഗാനഗന്ധർവം വരുന്നു. സ്പീഡ് കുറയ്ക്കാൻ. ഔട്ടായെന്നാ തോന്നുന്നേ. എന്തിനാ അവിടെ നിർത്തിയത്? കത്തിച്ചു വിട്ടോ? നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാ പ്രശ്നമാണ്. വിട്ടോ. അയാൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കണമായിരുന്നു. എന്തിനു നോക്കണം? ഞാൻ പറഞ്ഞില്ലേ വണ്ടി എടുക്കണ്ടെന്ന്. അപ്പൊ ഇപ്പൊ എന്തായി? ചിലപ്പോ അയക്ക് ഒന്നും പറ്റിക്കാണില്ലെങ്കിലോ? നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി. ടയറ് കയറി ഇറങ്ങി. വിഷ്ണു, ആള് തട്ടിപ്പോയിട്ടുണ്ട്. കൊലക്കുറ്റം. അകത്ത് കിടക്കേണ്ടി വരും. വിഷമിക്കണ്ട. നമ്മുടെ ഭാഗ്യത്തിന് ആ പരിസരത്ത് ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ഏതായാലും കാർ ഷെഡിനകത്ത് പൂട്ടിയിട. കുറച്ച് ദിവസത്തേക്ക് കാർ ഓടിക്കണ്ട.